ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും പറയുന്നത് അന്നയുടെ ഒരു ഡ്രൈവിംഗ് ജേണിയാണ്. ഡ്രൈവിംഗ് ജേണി എന്ന് പറയുമ്പോൾ അന്ന ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് അന്നയ്ക്ക് റെഡ് പി കിട്ടുന്നതും. ഇത് ശരിക്കും ഒരു സ്ട്രഗിൾ തന്നെയായിരുന്നു അന്നയുടെ. കാരണം ഈ ലേണേഴ്സും ഈ റെഡ് പി ലൈസൻസും തമ്മിൽ ഒരു കൃത്യം ഒരു 1 ഇയറിൻ്റെ ഗ്യാപ്പാണ് അന്നയുടെ കാര്യത്തിലുണ്ടായിരുന്നത്. അന്നയ്ക്ക് 16 ഇയേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ അവളുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് പോയിട്ട് ലേണേഴ്സ് ലൈസൻസ് എടുത്തത്. അത് പിന്നെ ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ലോഗ് ബുക്കൊക്കെ കിട്ടി. അതിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് വെതർ കണ്ടീഷൻസിൽ ഇങ്ങനെ കാർ ഓടിച്ച എത്ര കിലോമീറ്റർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യണം. അപ്പോൾ അതൊരു 120 അവേഴ്സ് അവർക്ക് ലേണേഴ്സിന് കാർ ഓടിക്കണം. ഓടിച്ച എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഈ ലോഗ് ബുക്ക് എല്ലാം ഫില്ലാവും വേണം. അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും 1 ഇയറിനുള്ളിൽ എടുക്കണമെന്നൊന്നുമില്ല, പക്ഷെ മിനിമം 1 ഇയറാണ് അവർ പറയുന്നത്. അപ്പോൾ അവളത് കൃത്യം ആ ഒരു സമയത്ത് തന്നെ എല്ലാം ഓടിച്ച് എല്ലാം ഫില്ല് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ബർത്ത്ഡേ, അതായത് 17 ഇയേഴ്സ് ആവുന്ന അന്ന് തന്നെ പോയി ടെസ്റ്റിന് ബുക്ക് ചെയ്ത് പിന്നെ ഭാഗ്യം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ടും അവളുടെ മിടുക്കൊണ്ടും അവൾക്ക് ലൈസൻസ് കിട്ടി. അപ്പോൾ ഈ ഒരു ജേണിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും അതത്ര ഈസി ഒന്നും ആയിരുന്നില്ല, നല്ല സ്ട്രഗിളായിരുന്നു. കാരണം അന്ന ഇയർ 11 വേറൊരു സ്കൂളിലേക്ക് മാറിയത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവുന്ന സമയത്ത് തന്നെയാണ് ഈ ഡ്രൈവിങ്ങിനെല്ലാം പോയിക്കൊണ്ടിരുന്നത്. സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്ന ഉടനെ തന്നെ ഡ്രൈവിങ്ങിന് പോയ ദിവസങ്ങളുണ്ട്. പിന്നെ നമ്മളെവിടെ പോവുകയാണെങ്കിലും അന്നയായിരുന്നു കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. അവൾക്കതിലൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ അപ്പയാണെങ്കിലും അവൾക്ക് നല്ല സപ്പോർട്ട് കൊടുത്ത് നന്നായി പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അവിടെയും പോയിട്ടുണ്ടായിരുന്നു ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടും. അങ്ങനെ കൃത്യം 17 ഇയേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ അന്ന ലൈസൻസ് എടുത്തു. അപ്പോൾ ഇത് ശരിക്കും ഒരു ജേണിയാണ്. ഞാനിതെല്ലാം അന്നയെ കൊണ്ട് പറയിപ്പിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾക്ക് ഒത്തിരി ഇപ്പോൾ കുറച്ച് ബിസിയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് വോയിസ് ഓവർ ഇടുകയാണ്. അപ്പോൾ ദിസ് ഈസ് ഹർ ജേണി. ആദ്യമൊക്കെ അന്ന കാർ ഓടിക്കുന്ന സമയത്ത് ഞങ്ങളൊന്നും മിണ്ടാൻ പാടില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും മിണ്ടാതിരുന്നിട്ടായിരുന്നു കാർ ഓടിച്ചിരുന്നത്, അവളുടെ ശ്രദ്ധയെങ്ങാനും പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മെല്ലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്നായി. പിന്നെ ഞാനും പാപ്പുമായിരുന്നു ബാക്കിലിരുന്നായിരുന്നു. പിന്നെ ഞങ്ങൾ മെല്ലെ സംസാരിച്ച് തുടങ്ങി. പിന്നെ അവൾ മെല്ലെ പാട്ടൊക്കെ വെച്ചു. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ കാർ ഓടിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകും വരികയൊക്കെ ചെയ്യുന്നത്.